ഒരു ചോദ്യം വന്നിട്ടുള്ളത്, കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത്. സോ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് രണ്ട് തലത്തിലേക്ക് കൊണ്ടുപോകാം. ഒന്ന്, എന്താണ് കോർപ്പറേറ്റ് ജോബ് എന്നുള്ളതും രണ്ടാമത്തത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ കോർപ്പറേറ്റ് ജോബിൻ്റെ പ്രത്യേകത പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജോബാണ്. ബിഗ് കമ്പനീസിലും മറ്റും ജോബുകളെ കോർപ്പറേറ്റ് ജോബ് എന്നാണ് വിശേഷിപ്പിക്കാറ്. ഹിറാർക്കി വളരെ സ്ട്രോങ് ആയിരിക്കും. ഹിറാർക്കി എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ്, അതിനുശേഷമുള്ള മാനേജർ, പിന്നീട് ടീം ലീഡർ, പിന്നീട് സൂപ്പർവൈസർ, അതിനുശേഷം എംപ്ലോയീസ്, അതിൽ തന്നെ പല രീതിയിലുള്ള റാങ്കിങ്ങുകൾ, അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ അതൊരു കോർപ്പറേറ്റ് ജോബിലേക്ക് വരുന്നു. സോ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത ബ്യൂറോക്രസിയാണ്. സോ ഇങ്ങനെ വളരെ സ്ട്രക്ചേർഡായി വെൽ ഡിഫൈൻഡ് ആയ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളുമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റേ തലത്തിലുള്ള ജോബുകളായ സ്റ്റാർട്ടപ്പ് ജോബുകൾ, വൺ മാൻ റൺ കമ്പനി, ഫാമിലി റൺ സ്മോൾ കമ്പനീസ് ജോബ്സിലൊക്കെ വരുന്ന ആ ഒരു അൺസർട്ടനിറ്റി ഇല്ല. അതായത് എല്ലാവരും എല്ലാ ജോബും ചെയ്യുന്ന അവസ്ഥ, ഒരാളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പലപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ, അതുപോലെയുള്ള പല കോൺഫ്ലിക്റ്റുകളും ചെറിയ ചെറിയ കമ്പനികളിൽ വരാറുണ്ട്. പക്ഷേ കോർപ്പറേറ്റ് ജോബുകളിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. സോ ലെവൽ ഓഫ് അൺസർട്ടനിറ്റി എന്നുള്ളത് വളരെ കുറവാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ജോബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സോ ആ ചോദ്യം ചോദിച്ച് ആ ഒരു വ്യക്തിയുടെ ചോദ്യത്തിൽ തന്നെ നമുക്കൊരു ഉത്തരം ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഇവർക്ക് ഫിറ്റ്നസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളത്. വേറെ ചെറിയ കമ്പനികളിൽ, സ്റ്റാർട്ടപ്പുകളിൽ, അതുപോലെയുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലൊക്കെ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇതുപോലെ സമയം കണ്ടെത്തുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണ്. 9 to 5 ജോബ് ആയിരിക്കില്ല എന്നതാണ് സത്യം. കോർപ്പറേറ്റ് ജോബ് പലതും വളരെ വെൽ ഡിഫൈൻഡ് ടൈമിങ്ങിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ജോബുകളാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പാർട്ട് 2, എന്താണ് ഫിറ്റ്നസ് എന്നുള്ളത്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു പാരാമീറ്ററാണ് അവരുടെ ഹെൽത്ത് എന്നുള്ളത്. സോ എല്ലാവർക്കും ഉണ്ടാകുന്ന 3 മെയിൻ കാര്യങ്ങളാണ്. ഒന്ന്, അവൻ്റെ കയ്യിലുണ്ടാകുന്ന ആ ഒരു സമയം എന്നുള്ളത്, ടൈം. രണ്ടാമത്തേത് കയ്യിലുണ്ടാകുന്ന റിസോഴ്സസ്. പല കൂട്ടുകാരും മണി, കാശ് കൊണ്ട് അളക്കാറുണ്ട്. പക്ഷേ കാശ് മാത്രമല്ല, വേറെയും പല കാര്യങ്ങളുമുണ്ട്. സോ അതാണ് രണ്ടാമത്തെ ഫാക്ടർ എന്നുള്ളത്. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്ത് എന്നുള്ളത്. സോ ഈ ഹെൽത്തിൽ നമ്മുടെ ലൈഫ് തീർച്ചയായിട്ടും ഡയറക്റ്റ്ലി ബാധിക്കുന്ന കാര്യമാണ്. ഇതിൽ ഫുഡും അതുപോലെ ഉള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. നാം ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അതോടൊപ്പം നമ്മുടെ ജീവിതചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, അതിൽ ഫിറ്റ്നസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി അവരുടെ ടൈം ലിമിറ്റ് എന്നുള്ളത് വളരെ ഡിഫൈൻഡാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ അവർക്ക് ജിമ്മിൽ പോകാൻ സമയം കണ്ടെത്താം. റെസിസ്റ്റൻറ്റ് എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഓൾറെഡി ക്രോസ്ഡ് യുവർ 35th 35 മുകളിൽ ഏജ് ഉണ്ടെങ്കിൽ ഒബ്വിയസ് ആണ് നിങ്ങളൊരു ജിം ടൈം കണ്ടെത്തുക എന്നുള്ളത്. ജിമ്മുമായി ബന്ധപ്പെട്ട് നമുക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം വാക്കിംഗ്, മോർണിംഗ് വാക്കിംഗ് ഉണ്ട്, ഈവനിങ് വാക്കിംഗ് ഉണ്ട്, ആഫ്റ്റർ ഡിന്നർ വാക്കിംഗ് ഉണ്ട്. ജോബിൽ മുഴുകി നമുക്കൊരു ലെവൽ വിടുന്ന സമയത്ത് ഒരു ഇറങ്ങിയൊരു നടത്തമുണ്ട്. ഇഫ് യുവർ ടൈം, യുവർ കമ്പനി, യുവർ മാനേജർ അലോസ്, അങ്ങനെ ഒരു നടത്തം നിങ്ങൾക്കാവാം. ഞാനിത് ചെയ്യുന്ന പോലെ വളരെ കോംപ്ലിക്കേറ്റഡായി ബുദ്ധിമുട്ട് നേരിട്ട് ജോബ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാൻ തീർച്ചയായിട്ടും ഒരു നടത്തം നല്ലതാണ്. സോ ഇതൊക്കെ നിങ്ങളുടെ ഫിറ്റ്നസ്സിനെ ഡയറക്റ്റ്ലി ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഐ വാച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫിറ്റ്നസ് മെഷീനറീസ്, മൊബൈലിലുള്ള ആപ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് വളരെ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ച് നമ്പർ ഓഫ് സ്റ്റെപ്സ് ക്ലൈംഡ്, അങ്ങനെ പല കാര്യങ്ങളും അളക്കാനും പറ്റും. ഒക്കേഷണലി മാരത്തോൺസും ഒക്കെ വരാറുണ്ട്.
അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഓൾ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ടു യുവർ ഫിറ്റ്നസ്. സോ ഫിറ്റ്നസ് കാത്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വൺ വേർഡ് ആൻസർ അല്ല, മറിച്ച് അതൊരു മസ്റ്റാണ്, എല്ലാവരുടെയും ലൈഫിൽ വരേണ്ട കാര്യമാണ്. അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ കപ്പാസിറ്റിയുടെ 50% നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 85% ക്രോസ് ചെയ്യാനെങ്കിലും ദാറ്റ് വിൽ ഹെൽപ്പ് അസ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ കോർപ്പറേറ്റ് ജോബിലാണെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ദാറ്റ് ലക്ഷറി ടു ടേക്ക് ടൈം ഫോർ യുവർ ഫിറ്റ്നസ്. ആ ഒരു അവസരം ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.